ലാലേട്ടൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൊമോ ആണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഞാൻ സാറിന് മെസ്സേജ് അയച്ചു, ഏറ്റവും ഗംഭീര സീസണായി മാറട്ടെ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുമെന്ന് അദ്ദേഹം റിപ്ലൈ ഇട്ടു. നല്ല സീസൺ ആകുന്ന ഒരു പ്രതീക്ഷയാണ് സീസൺ എത്രത്തോളം ഗംഭീരമായി മാറുന്നു, ബിഗ് ബോസ് എത്രത്തോളം ക്വാളിറ്റിയായി മാറുന്നു, അപ്പോൾ മാത്രമേ അതിലുള്ളവർക്കും വിലയുള്ളൂ. ഇത് മോശമായി കഴിഞ്ഞാൽ നമുക്ക് മോശം, നമ്മളും മോശം. ഇപ്പൊ സിനിമ എന്ന് പറയുന്ന മേഖല മോശമാണെങ്കിൽ ലാലേട്ടനും മമ്മൂക്കും വിലയില്ല. ക്രിക്കറ്റ് മോശമാണെങ്കിൽ സച്ചിന് വിലയില്ല. രാഷ്ട്രീയം മോശമാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വിലയില്ല. അപ്പൊ ആ മേഖല മഹത്വവൽക്കരിക്കപ്പെടുമ്പോൾ മാത്രമേ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മഹത്വം ഉണ്ടാവും. അതുകൊണ്ട് ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ നല്ലതായി മാറുമ്പോഴേ നമുക്ക് സന്തോഷമുള്ളൂ. അല്ലാതെ വളരെ കൂറ കളിച്ച് എന്ത് തെമ്മാടിത്തരവും എന്ത് കൂറത്തരങ്ങളും കാണിച്ചാൽ ചെന്ന് കയറാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ആക്ച്വലി കേരളത്തിന്റെ ഒരു പ്രതിഫലനമാണ് ബിഗ് ബോസ്. 18 പേരെന്ന് പറയുന്നത് 18 തരം സ്വഭാവത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഓരോരുത്തരുടെയും മാനസികാവസ്ഥകളെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പം നമ്മളിപ്പം പല വിഷയങ്ങൾ എടുത്ത് നോക്കിയില്ല, എല്ലാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലെവലിലാണ് വൃത്തിയാക്കി എടുക്കാറുള്ളത്. പുതിയതായിട്ട് പോകുന്നവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, അത് അവർ ഇത്രയും തിരിച്ചറിഞ്ഞാൽ മതി. ഇത് സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണെന്നും ഇവിടെ വലിയൊരു ജനവിഭാഗം ജീവിക്കുന്നുണ്ടെന്നും അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്റർടൈൻമെന്റ് കൊടുക്കണം, അവരെ കൊണ്ട് ചിന്തിപ്പിക്കണം. അതേസമയം എങ്ങനെ മുന്നോട്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് പോകാമെന്ന് പഠിപ്പിക്കണം. അപ്പം അത് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ ഞാൻ പണ്ട് പറഞ്ഞ കണക്ക് എന്ത് കോമാളിത്തരങ്ങളും കാണിച്ച് റീച്ച് ഉണ്ടാക്കാനല്ലല്ലോ നമ്മൾ അവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എല്ലാവരും കഴിവുകളും നമ്മുടെ അവിടെ വേണം. കലാപരമായ കഴിവ് വേണം, കായികപരമായ കഴിവ് വേണം, സംസാരിക്കാനുള്ള കഴിവ് വേണം, ചിന്തിക്കാനുള്ള കഴിവ് വേണം. അതുപോലെ മെന്റൽ എബിലിറ്റി, അതായത് മാനസികമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ശേഷി വേണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തിണങ്ങി വരും. അപ്പൊ അതെല്ലാം കൂടെ യൂസ് ചെയ്ത് ജയിക്കുക. അതാണ് ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരും പേഴ്സണലി ആശംസിക്കണം. ഞാൻ ഈ സംസാരിക്കുന്ന ക്ലാസ് മാറ്റാൻ പറഞ്ഞ കേട്ടോ, ഞാനത് ഓർക്കാത്തില്ല.